വിധവയും വൃദ്ധയുമായ ഒരു മാതാവിൻ്റെ രൂപത്തിലാണ് ദശമഹാവിദ്യകളിലെ 7ാമത്തെ ദേവിയായ ധൂമാവതിയെ സങ്കല്പിച്ചിരിക്കുന്നത്. നീണ്ട മൂക്ക്, നരച്ച മുടി, ചുളിഞ്ഞ ശരീരം, മുഷിഞ്ഞ വസ്ത്രം ഇവയത്രേ ധൂമാവതിയുടെ പ്രത്യേകതകൾ. ഒരു കൈയിൽ അഭയമുദ്രയും മറുകൈയിൽ ചൂലോ മുറമോ പന്തമോ ധരിച്ച് കുതിരയെ കെട്ടാത്ത തേരിൽ കാക്കയെ കൊടിയടയാളമാക്കി ദേവി ഇരിക്കുന്നു. ലൗകിക വിരക്തരും താന്ത്രികരും മാത്രമേ ധൂമാവതിയെ ആരാധിക്കാറുള്ളൂ. ഓമനക്കുട്ടൻ ഗോവിന്ദൻ എന്ന പ്രാർത്ഥനാ ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഭക്തിയും വാത്സല്യവും നിറഞ്ഞു നിൽക്കുന്ന വരികൾ. ഈ പ്രാർത്ഥനയിലെ ആദ്യ വാക്കായ ഓമനക്കുട്ടൻ എന്ന വാക്കാണ് ഒരു ഭാഷാവൃത്തത്തിന് പേരു നൽകാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പ്രാർത്ഥനകൾ മനസ്സിനെ മാത്രമല്ല ഭാഷയെയും സ്വാധീനിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇനി പ്രാർത്ഥനാ സമയമാണ്. കേൾക്കാം സന്ധ്യാനാമം. സ്വാഗതം കൃഷ്ണ, സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ, ഇഹ സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ. മധുരാപുരി സദനാ മൃദുവദന മധുസൂദന, ഇഹ സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ. മധുരാപുരി സദനാ മൃദുവദന മധുസൂദന, ഇഹ സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ, ഇഹ സ്വാഗതം കൃഷ്ണ. ഭോഗദാപ്ത സുലഭാസു പുഷ്പഗന്ധ കളഭ, ഭോഗദാപ്ത സുലഭാസു പുഷ്പഗന്ധ കളഭ, കസ്തൂരി തിലക മഹിപാമകാന്ത നന്ദ ഗോപനന്ദ, സ്വാഗതം കൃഷ്ണ. ഭോഗദാപ്ത സുലഭാസു പുഷ്പഗന്ധ കളഭ, കസ്തൂരി തിലക മഹിപാമകാന്ത നന്ദ ഗോപനന്ദ, സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ, ഇഹ സ്വാഗതം കൃഷ്ണ. മുഷ്ടികാസൂര ചാണൂരമല്ല മല്ല വിശാരദ മധുസൂദന, മുഷ്ടികാസൂര ചാണൂരമല്ല മല്ല വിശാരദ കുവലയ പീഡ മർദ്ദന, കളിയ നർത്തന ഗോകുല രക്ഷണ സകല സുലക്ഷണ ദേവ മർദ്ദന, കളിയ നർത്തന ഗോകുല രക്ഷണ സകല സുലക്ഷണ ദേവ. ശിഷ്ട ജനപാല സങ്കൽപ്പ കൽപ്പ കൽപ്പ ശതകോടിയ സമപരാഭവ, ധീര മുനിജന വിഹാര മദന സുകുമാര ദൈത്യ സംഹാര ദേവ. മധുര മധുരരതി സാരസ സാഹസ പ്രജയുഗതി ജനമാനസ പൂജിത സാദപ ഗരി പഗരി സദസ, സരിഗപദ സദ പഗരി പഗരി സദസ. തകതരി കുക്കുന്തണ കിടതഗതി, 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 തകതരി കുക്കുന്തണ കിടതഗതി. സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ, ഇഹ സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ. മധുരാപുരി സദനാ മൃദുവദന മധുസൂദന, ഇഹ സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ.